ഹലോ, ഇതെല്ലാം വിശേഷം. എല്ലാവരും ഹാപ്പി ആയിട്ട് വിളിച്ചിരിക്കാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലിടുന്ന ഒരു ഫസ്റ്റത്തെ വ്ളോഗാണ് ഈ ഒരു വീഡിയോ. അതായത് നമ്മൾ ഫാമിലി ട്രിപ്പ്, അതായത് ഒരു 1 ഡേ ട്രിപ്പിൻ്റെ ഒരു ഫുൾ ഡേ വ്ളോഗായിരുന്നു ഇത്. എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഏർലി മോർണിംഗ് 3 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫുൾ ഫാമിലി പോയിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ എത്തിയിട്ടുള്ള സ്പോട്ട് എന്ന് പറയുന്നത് കോഴിക്കോട് നോളജ് സിറ്റി ആയിരുന്നു. നമ്മൾ ശരിക്കും പോകുന്നത് വയനാട്ടിലേക്കാണ്, പക്ഷേ നമ്മൾ പോകുന്ന വഴിയിലാണ് നോളജ് സിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളവിടെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയ ടൈം എന്ന് പറയുന്നത് ഭയങ്കര നേരത്തെ ആയിരുന്നു. അതായത് ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഷോപ്പുകളോ സ്ഥലങ്ങളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ അവിടെ കാണാൻ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനെ വെറുതെ കുറേ നേരം നടന്നു, കുറച്ച് നേരമൊക്കെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു, ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാന്നുള്ള പ്ലാനിൽ അവിടെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഹോളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടുള്ള നമ്മൾ വീട്ടിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ഇരുന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എനർജറ്റിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ടായിരുന്നു പിന്നെയുള്ള നമ്മളെ യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഒരു 9 മണി 9:30 ആയപ്പോഴത്തേക്കും നമ്മുടെ താമരശ്ശേരി ചുരം, അതായത് വയനാട്ടിലെ ചുരം കയറായിരുന്നു കേട്ടോ. ആ ഒരു ചുരം കയറുന്ന സ്ഥലം പറയുന്നത് ഭയങ്കര രസമായിരുന്നു. നല്ല അടിപൊളിയാണ്. അവിടെ കാണാൻ വേണ്ടിയിട്ട് പോയതൊക്കെ അറിയാം. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അവിടുന്ന് ചുരത്തിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ അടിയിൽ തന്നെ നോളജ് സിറ്റിയൊക്കെ കാണാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്നത് എന്നൂരാണ്. അതായത് ഒരു ട്രൈബൽ ഏരിയ ആണ്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത്, നമ്മൾ പോയ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. കാരണം പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് അടിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ജീപ്പിൽ വേണം അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഒരു ട്രെക്കിങ്ങൊന്നും അല്ല, എന്നാലും നമ്മൾ അടിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ജീപ്പിനും അതുപോലെ തന്നെ അവിടെ കയറാനുള്ള ടിക്കറ്റ് എടുക്കണം. ഏകദേശം 110 ഒക്കെ തോന്നുന്നു ഒരാളുകൾക്ക് പെർ ഹെഡ് ടിക്കറ്റ് വരുന്നത്. ജീപ്പും അവിടെ കയറാനുള്ളതും പാടേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ താഴെ നിന്ന് ഏകദേശം ജീപ്പിൽ ഒരു 2 കിലോമീറ്റേഴ്സ് യാത്ര ഉണ്ട്. അവിടെ എത്തി പിന്നെ കുറേ നടക്കണം. താഴെ കുറച്ച് അടിയിലായിട്ടാണ് വണ്ടി നിർത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കുറേ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ കുറേ നടന്നാലാണ് നമ്മൾ ശരിക്കുള്ള സ്പോട്ട് എത്തത്തുള്ളൂ കേട്ടോ. ഈ നടക്കുന്ന ഭാഗം നല്ല രസമാണ്. ഒരു ഹിൽ ടോപ്പിലാണ്, അതായത് നല്ലൊരു ഉയരമുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു സ്പോട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല രസമാണ്. പിന്നെ നമ്മൾ കുറേ നടന്നു കഴിഞ്ഞാൽ അവിടെ ഓരോ ഷോപ്പുകളൊക്കെ കാണാം. ട്രൈബൽസിൻ്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഷോപ്പുകൾ അവിടെ കാണാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ നടക്കണം, കുറേ നടക്കാണ്ട് കേട്ടോ. പിന്നെ നടന്ന് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ശരിക്കും കറക്റ്റ് സ്പോട്ട് കാണാൻ വേണ്ടി പറ്റും. അവിടെ എന്താണെന്ന് വെച്ചാൽ ചെറിയ കുടിലുകളാണ്, ചെറിയ വീടുകളുണ്ടാവില്ലേ, അങ്ങനെ അതിൽ ഓരോ കുടിലുകളിലും ഓരോ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്, ട്രൈബൽസിൻ്റെ ഓരോ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് വെച്ചിട്ടുള്ളത്. അവിടെ ഫസ്റ്റ് കാണുന്ന സ്പോട്ടിൽ ട്രൈബൽസിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഫുൾ വീഡിയോ അതിൽ കൊടുക്കാം കേട്ടോ. അത് കണ്ട് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നടന്നിട്ട് വേണം നമ്മുടെ അടുത്ത സ്പോട്ടല്ല അടുത്ത കുടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കുറച്ച് നടക്കണം കേട്ടോ. ഫസ്റ്റ് കുടിൽ കഴിഞ്ഞ് രണ്ടാമത്തെ കുടിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. അവിടെയും ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ, അവരുടെ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള
കുടിലുകളാണ്. ഓരോന്നിലും ഓരോ ടൈപ്പാണ്. പിന്നെ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത കുടിലിലോട്ട് പിന്നെയും നടക്കുക. അവിടെയും കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കൊടുക്കാം. അങ്ങനെ ഓരോ വീടും അല്ലെങ്കിൽ ഓരോ കുടിലും കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു 1.5 ഹവറൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജീപ്പിൽ തന്നെ താഴോട്ട് അതായത് നമ്മുടെ വണ്ടി നിർത്തിയിട്ടുള്ള സ്പോട്ടിലോട്ട് പോകും. പിന്നെ നമ്മൾ അടുത്തത് പോയിട്ട് നമ്മളെ സെക്കൻഡ് സ്പോട്ടിലോട്ടാണ്, അതായത് പൂക്കോട് ലേക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു സ്പോട്ടിൽ നിന്നും അടുത്തൊരു സ്പോട്ടിലോട്ട് വയനാട് പോയവർക്കറിയാം കുറേ ട്രാവൽ ചെയ്യണം. അത്യാവശ്യം നല്ല കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറേ ടൈം പിടിക്കും ഒരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എന്നൂര് കഴിഞ്ഞ് പിന്നെ ഈ ഒരു പൂക്കോടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെയൊക്കെ കാണാം. അവിടെയും നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. നല്ല കറക്റ്റ് ഉച്ച ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പിന്നെ അവിടെ നല്ല മരങ്ങളും ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെയും ചെറിയ ചെറിയ കടകളും ഓരോന്നൊക്കെ ഗാർഡനൊക്കെ ആയിട്ട്. പക്ഷെ പാർക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്കിലൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ അവിടെ ലേക്കും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ അതുപോലെ ഇങ്ങനെ ഗാർഡൻ ഏരിയ ആണ് അവിടെ അധികം. കുറേ ഫിഷ് സ്പാ അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയ പാർക്കൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ള താല്പര്യമുള്ളവർക്ക് പോകാം. പിന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ടായിട്ട് നമ്മളാരും ബോട്ടിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനെ കുറച്ച് നേരം നടന്നു, കുറേ ബോട്ടുകളൊക്കെ പോകുന്നതൊക്കെ കണ്ടു. അങ്ങനെ കുറേ നേരം നടന്നു, കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ അവിടെ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ടുള്ള യാത്രയാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് പോയപ്പോഴത്തേക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പിന്നെ പോയത് നമ്മൾ ഫ്ലഡൊക്കെ നടന്നില്ലേ വയനാട്ടിലെ ചൂരൽമല എന്നുള്ള സ്പോട്ടിലേക്കായിരുന്നു. അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് കാണുമ്പോൾ ശരിക്കും ബാഡ് അടിക്കും. കാരണം റിയലി നമുക്ക് ഒരു സ്ഥലം മൊത്തം മണ്ണിൻ്റെ അടിയിലായിട്ട് ആകെ കല്ലും മണ്ണും വെള്ളവും ഒക്കെ പാടായിട്ട് കുറേ സ്കൂളും വീടുകളൊക്കെ പൊളിഞ്ഞതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ശരിക്കും സങ്കടമാവും കേട്ടോ. നല്ല ഒരു സ്ഥലം പെട്ടെന്ന് അങ്ങോട്ട് നമ്മളൊരിക്കലും വിചാരിക്കില്ല ഒരു രാത്രി കൊണ്ട് ഇതൊക്കെ നശിക്കുന്നു. അങ്ങനെ ഫുള്ള് കല്ലും മണ്ണൊക്കെ ആയിട്ട് ആകെപ്പാടെ ഇതായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അധികം നേരം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ലൊരു വെയിലുമായിരുന്നു. നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് 2 മണിയൊക്കെ ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ സമയമൊന്നും അധികം നിൽക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് പോയിട്ടുണ്ടായിരുന്നത് എടുക്കാമെന്ന് വെച്ചാൽ കരാപ്പുഴ ഡാം പറഞ്ഞിട്ടുള്ളൊരു സ്പോട്ടിലേക്കായിരുന്നു. അവിടെ നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് നല്ലൊരു കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. നമുക്ക് ആ ഒരു സ്ഥലമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കറക്റ്റ് ടൈമായിരുന്നു. അത് പറഞ്ഞാൽ അവിടെ ഫുള്ളൊരു ഗാർഡൻ പോലെയാണ്, അതുപോലെ തന്നെ ഡാമൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ എത്തിയ കറക്റ്റ് ടൈമായിരുന്നു. കാരണം നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കുറേ ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളവിടെ എത്തിയ ടൈം എന്ന് പറയുന്നത് ഏകദേശം 4-4:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ടൈമായിരുന്നു. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴ വരാൻ നല്ല ചാൻസ് ഉള്ള പോലെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി, എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളിയൊരു സ്പോട്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കയറുന്നതിന് മുമ്പ്, അതായത് ആ ഒരു ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ്, ടിക്കറ്റ് എടുത്ത് കയറുന്ന മുമ്പ് അവിടെ വലിയ ഷോപ്പുകളാണ്. അവിടെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ്സും ബാഗും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ എത്തിയ സമയം നാട്ടിലൊക്കെ ആയതുകൊണ്ട് തന്നെ ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചായയൊക്കെ കുടിച്ച് പോകാൻ വിചാരിച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ച് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അതായത് ഒരാൾക്ക് 50 റുപ്പീസാണ് കേട്ടോ. അതായത് ഒരു അഡൾട്ടിന് 50 റുപ്പീസും ഒരു ചെറിയ കുട്ടിക്ക് 20 രൂപയൊക്കെയാണ് അവിടേക്ക് കയറാനുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ കയറിയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ തന്നെ വലിയ വലിയ റൈഡും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ റൈഡും അങ്ങനെ എല്ലാം ഉള്ള നല്ലൊരു സ്പോട്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ കുറേ ഗാർഡൻസും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഫാമിലി വീഡിയോസ് ഫോട്ടോസൊക്കെ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം നല്ലൊരു ക്ലൈമറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു.
പിന്നെ അവിടുത്തെ സ്ഥലങ്ങൾ കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ കുറേ റൈഡ് ഉണ്ട് കേട്ടോ, വലിയവർക്കൊക്കെ കയറാൻ പറ്റിയിട്ടുള്ള കുറേ റൈഡ്സ് ഉണ്ട്. അത്രയ്ക്കും ഇല്ലെങ്കിലും അത് 3-4 റൈഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ അതിലൊക്കെ കുറച്ച് നേരം കയറി കുറേ നേരം കളിച്ചു. പിന്നെ അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അവിടെ കൂടെ കാണാൻ വേണ്ടിയിട്ടും കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. ഗാർഡൻ്റെ അവിടെ പോയി കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഡാമിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടി വിചാരിച്ചു. ഡാം പോലെ ഇങ്ങനെ വെള്ളച്ചാട്ടമൊന്നുമില്ല, പക്ഷെ എന്നാലും അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളതാണ്. അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമറ്റ് ആയിരുന്നു ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉള്ള. നമ്മൾ പോയപ്പോൾ ആ ഒരു ടൈമിലുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്ത് കണ്ട ഒരു സ്പോട്ടും കൂടിയായിരുന്നു. പിന്നെ വയനാട്ടിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ ഒരു കരാപ്പുഴ ഡാം എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട നമ്മൾ വയനാട്ടിൽ 4-5 സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ളൂ, എന്നാലും കണ്ടതിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ടൈം ഏകദേശം വൈകുന്നേരം, അതായത് രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ് കയറി ഡാൻസും പാട്ടും കളിയൊക്കെ ആയിട്ടായിരുന്നു പിന്നെയുള്ള യാത്ര എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് ചെറിയ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. വയനാട്ടിൽ ഓരോ സാധനങ്ങൾക്ക് കിട്ടുന്ന പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഒരു കടയിൽ നിർത്തിയിട്ട് എല്ലാവരും ഇറങ്ങി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കടയിലും കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറേ നിന്നൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ളതൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മൾ ചുരം ഇറങ്ങുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. വീഡിയോയിൽ അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ല, എന്നാലും നല്ല രസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ രാത്രി ആയതുകൊണ്ട് തന്നെ ചുരത്തിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ വീടുകളിൽ ലൈറ്റ് ഇട്ടതൊക്കെ, വീടുകളിലാണോ അതോ റോഡിലുള്ള ലൈറ്റാണെന്ന് അറിയില്ല, അവിടുത്തെ ലൈറ്റ് ഇട്ടതൊക്കെ കാണുമ്പോൾ ചെറുക്കിങ്ങനെ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിൽ അധികം ക്ലിയർ അല്ല വീഡിയോസിൽ, എന്നാലും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മൾ കയറിയ കട വന്നത് നെഹദി കുഴിമന്തി ആയിരുന്നു. എവിടെയാണെന്ന് സ്ഥലം എനിക്കറിയില്ല. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. നമ്മൾ മന്തിയും അൽഫാമും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 9:30 ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. 10 മണി ഒക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഇറങ്ങി. പിന്നീട് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ യാത്ര തുടർന്നു. അവിടുന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. ഏകദേശം നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്ന സമയം എന്ന് പറയുന്നത് 1 മണി 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ കുറേ ദൂരം ഉണ്ടായിരുന്നു നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ചാനലിടുന്ന വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ട്, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ ശരി, ബൈ.